രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപവുമില്ല. ഈ കർണാടകയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് വയനാട് വഴിയാകാം, കാസർഗോഡ് വഴിയാകാം. ഈ നേരത്തെ ഈ പാലക്കാട് നിന്നുള്ള വാഹനം ഏത് വഴിക്കാണ് അങ്ങോട്ടേക്ക് പോയത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രൂപമില്ല. പാലക്കാട് വഴി, തമിഴ്നാട് വഴി കർണാടകയിലേക്കൊക്കെ കടക്കാം. അങ്ങനെ പല വഴികളുണ്ട്. ഈ വഴികളിലെല്ലാം പോലീസിൻ്റെ തിരച്ചിൽ നടന്നിട്ടുണ്ടാകാമെന്നാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം ജാഗ്രതയോടു കൂടിയാണ് പോലീസ് ഈ മേഖലയിലൊക്കെ ഈ തിരച്ചിൽ നടത്തിയത്? അത് ഇന്നലെ മുതൽ തന്നെ പോലീസിന് പ്രത്യേകിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് കർണാടക സുള്ളിയിൽ പ്രത്യേകിച്ച് വയനാടേക്കും അതോടൊപ്പം തന്നെ കാസർഗോഡേക്കും വരാൻ കഴിയുന്ന അതിർത്തി ഭാഗമായ സുള്ളിയിൽ അവിടെ മലയാളികളായ ചില ആൾക്കാരുടെ സഹായത്തോടു കൂടി അവിടെ കഴിയുന്നു എന്നുള്ളതാണ് പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി നമുക്ക് തന്നെ ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുള്ളിയ കേന്ദ്രീകരിച്ച് അവിടെ നിരീക്ഷണം കൃത്യമായി തന്നെ നടത്തിയിരുന്നു. ജാമ്യാപേക്ഷ തള്ളുന്ന മുറയ്ക്ക് അദ്ദേഹത്തിനെ പിന്തുടരാം എന്നുള്ളൊരു സൂചനയായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. അതേസമയം തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലീസിന് തന്നെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ വയനാട് ഒന്നുകിൽ സുൽത്താൻ ബത്തേരിയിലോ മാനന്തവാടി കോടതിയിലോ അല്ലെങ്കിൽ കാഞ്ഞങ്ങാടോ രണ്ട് കോടതിയിൽ ഹാജരായി പോലീസിനെ പിടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ ഹാജരാവാം എന്നൊരു പ്ലാൻ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളതായും പോലീസിന് സൂചന ലഭിച്ചിരുന്നു. അതിൽ തന്നെ ഹോസ്ദുർഗിലേക്ക് എത്തുക അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് എത്തുക എന്നുള്ളത് ചെക്ക് പോസ്റ്റുകൾ ഇല്ലാത്തൊരു വഴിയായതുകൊണ്ടാണ് അതിനൊരു പ്രാധാന്യം വന്നത്. അങ്ങനെയാണ് അവിടെ പോലീസാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും അവിടെ ആദ്യഘട്ടത്തിൽ രാവിലെ മുതൽ തന്നെ ആ കോടതിയിൽ വരാനുള്ള സാധ്യത അനുസരിച്ച് അവിടെ തന്നെ മാധ്യമപ്രവർത്തകരും പോലീസും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം വയനാട് ചെക്ക് പോസ്റ്റുകളുടെ കടന്ന് മാത്രമേ രണ്ട് വഴിയാണെങ്കിലും മാനന്തവാടിക്കാണെങ്കിലും സുൽത്താൻ ബത്തേരിയിലാണെങ്കിലും എത്താൻ കഴിയുള്ളൂ. മാത്രമല്ല ആ ഒരു സാധ്യത പരിഗണിച്ചുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതുവഴി കടന്നു വരാനുള്ള സാധ്യത കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കാസർഗോഡേക്ക് തന്നെ വരാനുള്ള സാധ്യത തന്നെയാണ്, ഹോസ്ദുർഗ് കോടതി തന്നെ വരാനുള്ള സാധ്യത തന്നെയാണ് പോലീസും കണക്കാക്കിയിരുന്നത്. അതേസമയം ഈ ഒരു പോലീസ് സന്നാഹം, നമ്മൾ നിലവിലുള്ള പോലീസ് സന്നാഹവും മജിസ്ട്രേറ്റിൻ്റെ അവിടെ തുടരുന്നതും വെച്ചുകൊണ്ട് കൂട്ടി വായിക്കുന്നത് മാത്രമാണ്. പോലീസിന് നമുക്ക് കൃത്യമായ സ്ഥിരീകരണം ലഭിക്കുന്നില്ല. അത് ഒരുപക്ഷെ പോലീസിൻ്റെ കാരണം കസ്റ്റഡിയിലായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം ഈ സുള്ളിയ എന്ന പ്രദേശത്ത് അവർ താമസിച്ച, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ച പ്രദേശവുമായി ബന്ധപ്പെട്ട കൃത്യമായ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം SITക്ക് മറ്റോ കിട്ടിയതായി പോലീസിന് വിവരമുണ്ടായിരുന്നു. ഒരുപക്ഷെ അയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഹാജരാക്കാനുള്ള ശ്രമമാണോ എന്നതിലേക്കുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും കൂടുതലായി നിലവിലുള്ളത്. അതേസമയം അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും സ്ഥിരീകരണം തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്നില്ല. മാത്രമല്ല കാസർഗോഡ് പോലീസും ലഭിക്കുന്നില്ല. SIT സംഘത്തിനും നേരിട്ട് നമുക്ക് വിവരം ഇതുവരെ ആ കാര്യത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടില്ല. ഈ ഒരു സാധ്യതയാണുള്ളത്. അതേസമയം തന്നെ ഇതേ സമയം ഇവിടെ ഒരു കൃത്യമായ പോലീസിൻ്റെ നിരീക്ഷണവും പോലീസ് സന്നാഹവും തുടരുമ്പോൾ തന്നെ വയനാട് സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടി കോടതിയിലും ഇപ്പോഴും അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അങ്ങനെ രണ്ടിടത്തും ശരിക്കും ഉണ്ട്. അതേസമയം ഏറ്റവും കൂടുതൽ സാധ്യത ഇവിടെ നടത്തിലാണ് പോലീസിൻ്റെ സന്നാഹം അവിടെ കൂടുന്നത്. മാധ്യമപ്രവർത്തകർ അവിടെ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. അവർ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ അവിടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഹൈക്കോടതിയിലേക്ക് ജാമ്യത്തിലേക്ക് നീങ്ങിയ സാധ്യത നമുക്കറിയാം. നേരത്തെ പോലുള്ള സാഹചര്യമല്ല, പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി സഹായത്തിനുള്ള സാധ്യത അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഹൈക്കോടതിയിലെ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതുവരെ ഒളിച്ചു കഴിയാനുള്ള ഒരു തീരുമാനത്തിലേക്കും അതിന് കഴിയുമെങ്കിൽ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചു കഴിയാൻ കഴിയുമെങ്കിൽ അതുവരെ നീങ്ങാനുള്ള സാധ്യതയും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തതയില്ല. അതേസമയം പോലീസിന്റെ സന്നാഹം നമുക്ക് നൽകുന്ന സൂചന എന്ന് പറയുന്നത്